പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? ഡെറിവേറ്റീവ്സ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അതിനു മുമ്പ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അതുപോലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനോട് ബേസ് ചെയ്താണ് നമ്മൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. അതിനോട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച റിസൾട്ട്സ് എല്ലാം നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രോബ്ലംസ് നമുക്ക് വ്യക്തമായിട്ട് ഭംഗിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ കുറെ പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് 3-5 പ്രോബ്ലംസും കൂടി ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കൂടെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. നോക്കി കുട്ടികളെ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് tan inverse of sin x divided by 1 plus cos x. Then second one is same type again, tan inverse of 1 minus cos x divided by sin x. ഇവിടെ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരണം. ഒന്നാമത്, നമ്മൾ പഠിച്ച റിസൾട്ട്സ് തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ സബ് മൾട്ടിപ്പിൾ ആംഗിൾസിനെ കുറിച്ച് പഠിച്ചു. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് റിസൾട്ട്സ് തന്നെയാണ്. ഒന്ന് മനസ്സിലോട്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ നമുക്ക് 1 plus cos x equal to 2 cos square of x by 2. ഓർക്കുന്നുണ്ടാവില്ലേ? നമ്മൾ പഠിച്ചു 1 plus cos x is equal to 2 cos square of x by 2. അതുപോലെ തന്നെ 1 minus cos x നമ്മൾ പഠിച്ചു. രണ്ടും കൂടി കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. 1 plus cos x എന്താണ്? അത് cos square ഫോം ആണ്. Then 1 minus cos x, that is sin square ഫോം, 2 sin square of x by 2. അതുപോലെ തന്നെ നമ്മൾ sin 2x എന്താണ് പഠിച്ചത്? sin 2x എന്ന 2 sin x into cos x. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് വെച്ച് പ്രോബ്ലം ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ sin x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? sin x is equal to 2 sin x by 2 into cos x by 2 എന്നായിരിക്കും. അവിടെ നമ്മൾ sin 2x 2 sin x cos x എന്നാണെങ്കിൽ sin x just sin x എന്ന് പറയുന്നത് 2 sin x by 2 into cos x by 2. അപ്പൊ ഈ 4 റിസൾട്ട്സ് നമ്മുടെ മനസ്സിലോട്ട് കൃത്യമായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രോബ്ലം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കൂ. നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഓക്കെ, ശരി. Then first one എടുക്കുകയാണെങ്കിൽ let y is equal to tan inverse of sin x divided by 1 plus cos x. അപ്പൊ തന്നിരിക്കുന്ന നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നമ്മൾ y എന്ന് വിളിക്കുന്നു. അപ്പൊ let y is equal to tan inverse of sin x divided by 1 plus cos x. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം തന്നെ ഈ റിസൾട്ട്സ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു tan inverse ഓഫ് sin x. നമ്മൾ എങ്ങനെ എഴുതാൻ ഞാൻ പറഞ്ഞു? 2 sin x by 2 into cos x by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് വരും? 2 sin x by 2 into cos x by 2 divided by 1 plus cos x. 1 plus cos x എങ്ങനെ എഴുതാം? ഇവിടെ ശ്രദ്ധിക്കുക. എന്താണ്? 2 cos square of x by 2. ഇവിടെ എഴുതുക 2 cos square of x by 2. കണ്ടോ? അപ്പൊ നമുക്ക് sin x എന്താന്ന് നമ്മൾ എഴുതി, 1 plus cos x എന്നാണ്. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. കോമൺ ആയിട്ടുള്ള ക്യാൻസൽ 2 നമുക്കിവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. പിന്നെ ഇവിടെ cos x, cos square x by 2 ഇവിടെ ഉണ്ട്. ഇവിടെ cos x by 2. അപ്പൊ ഒരു cos x by 2 നമുക്ക് അങ്ങനെ ക്യാൻസൽ ചെയ്ത് നോക്കി കുട്ടികളെ. അപ്പൊ ഇപ്പൊ ന്യൂമറേറ്ററിൽ ബാക്കി എന്തുണ്ട്? sin x by 2 ഉണ്ട്. ഡിനോമിനേറ്ററിൽ ഒരു cos x by 2 മാത്രം. കാരണം cos x by 2 ക്യാൻസൽ ചെയ്ത് പോയി, 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് y is equal to tan inverse of sin x by 2 by cos x by 2. That is tan x by 2. നമുക്കറിയാം sin x by cos x എന്ന് പറഞ്ഞാൽ tan x ആണ്. അപ്പൊ sin x by 2 by cos x by 2 വരും tan x by 2. ഇത് tan x by 2. So that is equal to എന്ത് വരും? tan inverse of tan x by 2. നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് tan inverse of tan x എന്താണ്? just x ആണ്. അങ്ങനെ tan inverse of tan x by 2 എന്തായിരിക്കും? that is x by 2. നോക്കിയപ്പോ y is equal to tan inverse of sin x by 1 plus cos x നമുക്ക് തന്നത്. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് just x by 2 ആയിട്ട്. അങ്ങനെയാണെങ്കിൽ dy by dx ഡെറിവേറ്റീവ് of y with respect to x. So that is equal to x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 ആണ്. 1 by 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 1 by 2 into ഡെറിവേറ്റീവ് x 1, that is 1 by 2.
ക്ലിയർ ആയോ? സെയിം ടൈപ്പ് തന്നെ നമുക്ക് അടുത്ത പ്രോബ്ലം ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ അടുത്തിട്ട് കാണത്തോട്ടെ. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. സെക്കൻഡ് വൺ, let y is equal to tan inverse of second power, tan inverse of 1 minus cos x divided by sin x. നേരത്തെ നമ്മൾ ചെയ്ത അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവുമില്ല. ഈ 1 minus cos x ന് നമ്മൾ ഓൾറെഡി റിസൾട്ട് പഠിച്ചു. 1 minus cos x 2 sin square of x by 2 ആ റിസൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തുവരും? tan inverse of 2 sin square of x by 2 divided by then sin x. നമ്മൾ ഓൾറെഡി sin x നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ 2 sin x നമുക്ക് 2 sin x by 2 into cos x by 2 എന്ന് കൊടുക്കാം. എന്തുവരും? 2 sin x by 2 into cos x by 2. 2 sin x by 2 into cos x by 2 നമ്മൾ എന്തിന്റെ സ്ഥാനത്ത് കൊടുത്തു? sin x. 1 minus cos x ന് 2 sin square x by 2 എന്ന് കൊടുത്തു. sin x നമ്മൾ 2 sin x by 2 into cos x by 2. ഇവിടെ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു sin x by 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? sin x by 2 by cos x by 2 that is tan x by 2. തൊട്ട് മുമ്പ് ചെയ്ത അതുപോലെ തന്നെ എന്താ? sin x by 2 by cos x by 2 tan x by 2. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? that is y എന്ന് പറയുന്നത് tan inverse of sin x by 2 by cos x by 2 that is tan x by 2. വീണ്ടും അതുപോലെ തന്നെ വന്നു അല്ലേ? വീണ്ടും അതുപോലെ. so that is equal to എന്ത് വരും? x by 2. that is equal to x by 2. അപ്പോൾ y is equal to വീണ്ടും കിട്ടി നമുക്ക് x by 2. then dy by dx എന്തായിരിക്കും? dy by dx എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് x ന്റെ ഡെറിവേറ്റീവ് 1 by 2 കോൺസ്റ്റന്റ് 1 by 2 into 1 that is 1 by 2. വീണ്ടും സെയിം റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയത്. ചെറിയ വ്യത്യാസമുള്ള പ്രോബ്ലം. ഇവിടെ നമുക്ക് tan inverse sin x by 1 plus cos x, രണ്ടാമത്തെ tan inverse 1 minus cos x divided by sin. രണ്ടിന്റെയും നമുക്ക് ഡെറിവേറ്റീവ് നമുക്ക് 1 by 2 കിട്ടി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ റിസൾട്ട്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ കൃത്യമായിട്ട് ആദ്യം എഴുതിയെടുക്കുക ഭംഗിയായിട്ട്. അതിനുശേഷം നമുക്ക് അടുത്ത പ്രോബ്ലത്തോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഞാൻ 3 പ്രോബ്ലംസ് ഒരുമിച്ച് തരിക. നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം 2 ഒരുമിച്ച് ചെയ്ത പോലെ ഇത് 3 ഒരുമിച്ച് ചെയ്യുക. ഫസ്റ്റ് വൺ y is equal to sin inverse of 2x. sin inverse of 2x function of function form 1. അതിൽ y is equal to sin of tan inverse x. sin of tan inverse x. Next one, y is equal to sin inverse of cos x plus cos inverse of sin x. ഈ 3 പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം വേണ്ട ചില റിസൾട്ട്സുകളാണ് ഞാൻ ഈ റൈറ്റ് സൈഡ് എഴുതിയിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയേ. ഫസ്റ്റ് വൺ dx of sin inverse x. sin inverse x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? 1 by root of 1 minus x square. ഓക്കെ. then അതുപോലെ തന്നെ ഡെറിവേറ്റീവ് tan inverse x നമ്മൾ എന്താ പഠിച്ചത്? 1 by 1 plus x square. then cos x ന്റെ ഡെറിവേറ്റീവ്, cos x ഡെറിവേറ്റീവ് അല്ല, cos x എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത്. അതായത് sin of pi by 2 minus x. sin pi by 2 minus x എന്ന് പറഞ്ഞാൽ cos x ആണ്. അല്ലെ cos x is equal to sin pi by 2 minus x എന്ന് എഴുതാം. അതുപോലെ തന്നെ sin x ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. cos of pi by 2 minus x അല്ലെ cos of pi by 2 minus x എന്ന് പറയുന്നത് sin x. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഓരോന്നും നമുക്ക് എടുത്ത് ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യണം. ഫസ്റ്റ് വൺ, given y is equal to sin inverse of 2x. sin inverse of 2x. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് sin inverse of ഇവിടെ സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം മാക്സിമം സിംപ്ലിഫൈഡ് ഫോർമുല നിൽക്കുന്നു. അപ്പൊ sin inverse 2x ഇവിടെ ഫംഗ്ഷൻ കൂടെ കരുതുക. അപ്പൊ sin inverse u എന്ന് കരുതാം. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? sin inverse u എന്ന് പറയുന്നത് എന്താണ്? sin inverse x ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1 by root of 1 minus x square. അതിന് sin inverse u എന്തായിരിക്കും? 1 by root of 1 minus u square into ഡെറിവേറ്റീവ് ഓഫ് u. ഇവിടെ നമ്മൾ u 2x എടുത്താൽ നമുക്ക് ഡെറിവേറ്റീവ് നോക്കാം അല്ലെ?
differentiating both sides with respect to x, we get dy by dx is equal to sin inverse u. This u ആയിട്ട് മനസ്സിലാക്കുക. Sin inverse u എന്താ? That is 1 by root of 1 minus u square. u എന്ന് പറഞ്ഞാൽ 2x, അപ്പോൾ 2x whole square into derivative of 2x into dy by dx of 2x. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഫംഗ്ഷൻ ആദ്യം തന്നെ പഠിച്ചത് ഇതിനെ കുറിച്ച്. അപ്പൊ ഇത് സൈൻ ഇൻവേഴ്സ് യു എന്ന് പറയുന്നത് അതിന്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus u square into derivative of u. ഇവിടെ 2x ആണ്. dy by dx of 2x. So that is equal to എന്ത് വരും നോക്കിയ കുട്ടികളെ 1 by root of 1 minus 2x whole square. 2x whole square means 2 ന്റെ സ്ക്വയർ എടുക്കണം, x ന്റെ സ്ക്വയർ. 2 ന്റെ സ്ക്വയർ എന്ത് വരും? 4 വരും. x ന്റെ x സ്ക്വയർ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? 1 minus 4x square into derivative 2x. 2x ന്റെ 2 into constant derivative x. x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ നമുക്ക് 2 into 1 എന്ന് വരും. 2 into 1. So that is equal to 2 divided by 1 into 2 into 1. That is 2 divided by root of 1 minus 4x square. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടില്ല. ഡയറക്റ്റ് അതിന് സ്റ്റെപ്സുകൾ ഒന്നും വേണ്ടി വന്നില്ല. ശ്രദ്ധിച്ചു നോക്കുക, ഒന്നുകൂടി ചെയ്യാം. Then y is equal to sin inverse 2x ആണെങ്കിൽ dy by dx എന്ന് പറയുന്നത് sin inverse u എന്ന് കരുതുക. That is 1 by root of 1 minus u square into derivative of u. ഇവിടെ 2x എടുത്തത് ആ x ന്റെ സ്ഥാനത്ത് 2x ചെയ്തു. Into, so that is equal to 1 divided by root of 1 minus 2x square. നമ്മൾ 2x whole square. That is 4x square. Into derivative 2x. 2x ന്റെ ഡെറിവേറ്റീവ് 2 into x ന്റെ ഡെറിവേറ്റീവ് 1. നമ്മൾ പഠിച്ചു കോൺസ്റ്റന്റ് into derivative of the function. അതാണ് കോൺസ്റ്റന്റ് 2 into derivative x. So that is equal to 1 into 2 into 1. That is 2 divided by root of 1 minus 4x square. Clear ആയല്ലോ? Next problem നോക്കാം. Second one. Given y is equal to sine of tan inverse x. Sine of tan inverse x. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി, യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ dy by dx എന്ന് പറഞ്ഞത് വരും dy by dx is equal to sin u. കേട്ടോ, sin u. sin u ന്റെ cos u. u എന്തായിട്ട് എടുക്കണം? tan inverse എന്ന് എടുക്കണം. tan inverse of x എന്ന് u എടുക്കാം. അപ്പൊ sin u ന്റെ ഡെറിവേറ്റീവ് വരും cos of u. cos of tan inverse x into derivative of tan inverse x and into derivative of tan. അതൊക്കെ dy by dx of tan inverse x മാറ്റം എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ അതിന്റെ ഡെറിവേറ്റീവ് എഴുതിയാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോ നമുക്ക് sin u sin x ന്റെ ഡെറിവേറ്റീവ് cos x എന്ന് പറയുന്നത് sin u ന്റെ ഡെറിവേറ്റീവ് cos u into derivative of u എന്ന് പറയുന്നത് tan inverse x. So that is equal to cos of tan inverse of x into derivative of tan inverse x. tan inverse ന്റെ ഡെറിവേറ്റീവ് എന്താ പഠിച്ചത് നമ്മള്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 1 by 1 plus x square. അപ്പൊ 1 by 1 plus x square അത് നമുക്ക് ഡിനോമിനേറ്റർ എഴുതാം 1 plus x square into 1 by 1 plus x square എന്ന് പറയണം. അപ്പൊ ഡിനോമിനേറ്ററിലോട്ട് 1 plus x square വരും. അപ്പൊ നമുക്ക് cos of tan inverse of x divided by 1 plus x square നമുക്ക് എഴുതാൻ പറ്റും. കാരണം tan inverse ന്റെ ഡെറിവേറ്റീവ് ആണ് 1 by 1 plus x square. അതാണ് ഡിനോമിനേറ്റർ എഴുതിയത്. ക്ലിയർ ആയോ? വളരെ സിമ്പിൾ ഐഡിയ ആണ്. ഒന്നുകൂടി ഞാൻ പറയാൻ ശ്രദ്ധിക്കണേ. Given y is equal to sin of tan inverse x, then dy by dx എന്ന് പറയുന്നത് cos of tan inverse x എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. sin u ന്റെ ഡെറിവേറ്റീവ് cos u into derivative u into derivative tan inverse x. കാരണം u tan inverse x. tan inverse x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം എന്താണ്? 1 by 1 plus x square. അപ്പൊ cos of tan inverse x tan inverse of x divided by 1 by 1 plus x square. That means 1 plus x square denominator to it. So cos of tan inverse x divided by 1 plus x square. Clear ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. അതൊന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് എഴുതിയെടുക്കല്ലേ. എഴുതിയെടുത്തെങ്കിൽ നമുക്ക് അടുത്ത മൂന്നാമത്തെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഇത് വായിക്കാൻ ശ്രദ്ധിക്കണേ.
തേർഡ് വണ്ണിലോട്ട് കിടക്കാം. given y is equal to എന്ന് എടുത്ത് എഴുതാം നമുക്ക് അല്ലെ. ഇവിടെ നമുക്ക് given y is equal to sin inverse of cos x plus cos inverse of sin x. Sin inverse of cos x plus cos inverse of sin x. ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. sin inverse of cos x plus cos inverse of sin x. അപ്പൊ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സിംപ്ലിഫൈ ചെയ്യണം. അതായത് സൈൻ ഇൻവേഴ്സ് കോസ് എക്സ് സൈൻ എക്സ് ഫോമിൽ വന്നാൽ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇൻവേഴ്സ് പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ അതുപോലെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഫോമിൽ വന്നാൽ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയി. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എഴുതിയത് കോസ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ സൈൻ എക്സിന്റെ ഭാഗത്ത് എങ്ങനെ എഴുതാം കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ അതനുസരിച്ച് ഈ റിസൾട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? That implies y is equal to sin inverse of then cos x in the സ്ഥാനത്ത് ഞാൻ sin of pi by 2 minus x എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നു. That is sin of pi by 2 minus x plus ഇവിടെ എഴുതാം cos inverse of sin x ന്റെ ഭാഗത്ത് നമുക്ക് എന്ത് എഴുതാം cos of pi by 2 minus x. So that is cos of pi by 2 minus x. ശ്രദ്ധിച്ചു നോക്കി ഒന്നുകൂടി. അപ്പോ സൈൻ വേഴ്സ് കോസ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ കോസ് എക്സ് സ്ഥാനത്ത് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഇവിടെ സൈൻ ഫോമിലോട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പൊ സൈൻ വേഴ്സ് സൈൻ എക്സ് നമുക്ക് ജസ്റ്റ് എക്സ് എന്ന് എഴുതാം. അങ്ങനെ സൈൻ വേഴ്സ് സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എങ്ങനെ എഴുതാം ജസ്റ്റ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ നോക്കി സൈൻ എക്സിന് ഞാൻ കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് കൊടുത്തപ്പോ നമുക്ക് എന്ത് ഫോം വന്നു കോസ് ഇൻവേഴ്സ് കോസ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ്. അത് നമുക്ക് എങ്ങനെ എഴുതാം ജസ്റ്റ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് എഴുതാം. So that is equal to sin inverse of sin pi by 2 minus x എന്ന് പറഞ്ഞാൽ just pi by 2 minus x ആവും plus cos inverse of cos pi by 2 minus x എന്ന് പറഞ്ഞാൽ pi by 2 minus x എന്ന് പറയും. ഇനി ശ്രദ്ധിച്ചു നോക്കി pi by 2 plus pi by 2 ഒരു ഹാഫ് കൊണ്ടിരുന്ന ഫുൾ ആവും അല്ലെ. pi by 2 plus pi by 2 just pi എന്നായിരിക്കും. അതുപോലെ മൈനസ് എക്സ് അപ്പൊ മൈനസ് 2x എന്ന് എഴുതാം. ഒരു മൈനസ് എക്സ് വേറൊരു മൈനസ് എക്സ് അപ്പൊ മൈനസ് 2x. ദാറ്റ് ഈസ് ദ y. അപ്പൊ y എനിക്ക് സിംപ്ലിഫൈ ചെയ്തു. എങ്ങനെയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് നമ്മൾ എന്താക്കി കൊണ്ടു y ഈക്വൽ പൈ മൈനസ് 2x. ഇനി നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പൊ എങ്ങനെ എഴുതാം then dy by dx എന്ന് പറയുന്നത് that is equal to പൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും കുട്ടികളെ 0. കാരണം കോൺസ്റ്റന്റ് ആണ് പൈ എന്ന് പറയുന്നത്. അതിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് 2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും 1 എന്ന് വരും. എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മൈനസ് 2 കാരണം 2 ഇൻറ്റു 1 2 ആണ്. അപ്പൊ മൈനസ് 2 എന്ന് വരും. 0 മൈനസ് 2 മൈനസ് 2. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടി ജസ്റ്റ് മൈനസ് 2 എന്ന് കിട്ടി. ഈ 3 പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഞാൻ. ഇത് ക്ലിയർ അല്ലേ? നന്നായിട്ട് മനസ്സിലായില്ല എല്ലാവർക്കും? മനസ്സിലാക്കി കൃത്യമായിട്ട് എഴുതിയെടുക്കുക എല്ലാവരും. എന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് കടക്കാം. ഓക്കെ, താങ്ക് യു.